നല്ലൊരു ഡോക്ടറെ പോലെ തന്നെയാണ് നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇപ്പൊ എനിക്കൊരു വൈറൽ പനി ഉണ്ടായി, അത് നിങ്ങളിലേക്ക് പകർന്നു. നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലുള്ള മരുന്നായിരിക്കില്ല പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം നമ്മുടെ ബ്ലഡ് ലെവൽസ് പരിശോധിക്കും, നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി പരിശോധിക്കും, മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കും. ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. അതൊരു പക്ഷേ വ്യത്യസ്തമായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയുടെ കാര്യത്തിലും. ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്കൊരു 50 ലക്ഷം രൂപ വരുമാനം ഉണ്ടായി ഒരു വർഷം. നിങ്ങളും ഞാൻ ചെയ്യുന്ന അതേ ബിസിനസ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്കും 50 ലക്ഷം രൂപ വരുമാനം ഉണ്ടായി. സോ എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ഒരേ വരുമാനമാണ്. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും ടാക്സ് ലയബിലിറ്റി വ്യത്യസ്തമായിരിക്കും. കാരണം ഇൻകം ടാക്സ് ലയബിലിറ്റി നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയുടെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, നമ്മുടെ ചിലവുകൾ, അത് ചിലവാക്കിയ രീതി, നമ്മുടെ ജീവിത ശൈലി, ജീവിത രീതികൾ, നമ്മുടെ നിക്ഷേപങ്ങൾ, നമ്മുടെ ലോണുകൾ, അതിൻ്റെ EMI, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി നിശ്ചയിക്കപ്പെടുക. ഇപ്പം നമുക്കിപ്പോൾ ആരോഗ്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ മെഡിസിനെ പറ്റിയിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇൻകം ടാക്സ് നിയമത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള അറിവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും നമ്മൾ സമീപിക്കേണ്ട വ്യക്തി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. കാരണം ഞാനിത് പറയാൻ കാര്യം, ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ഒരുപാട് ആൾക്കാർ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അതുവഴി നമുക്ക് ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ എല്ലാവരുടെ ജീവിതത്തിലും യൂണിഫോം ആയിട്ട് ആപ്ലിക്കബിൾ ആവുന്നതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടിയാൽ നിങ്ങൾ ഇത്ര ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ടാക്സ് ഒഴിവാക്കാം എന്ന് പറഞ്ഞു തരുന്ന ടിപ്സ്, അത് എല്ലാവരുടെ ജീവിതത്തിലും യൂണിഫോം ആയിട്ട് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. സോ ഇത്തരം ടിപ്സുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു അറിവായിട്ട് മാത്രം എടുക്കുക. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.